CPM-ന് കണ്ടകശിനി കൊണ്ടുവരുന്നത് മാധ്യമപ്രവർത്തകരാണെന്ന് വ്യക്തമാണ്. ഞാൻ ഉദ്ദേശിക്കുന്നത് വലതുപക്ഷ മാധ്യമപ്രവർത്തകരല്ല. ഒരു സജീവ മാധ്യമപ്രവർത്തകൻ EP ജയരാജൻ്റെ ആത്മകഥ അടിച്ചുമാറ്റി പ്രസിദ്ധപ്പെടുത്തി അതൊരു വലിയ ഇലക്ഷൻ ബോംബായി പൊട്ടിച്ചു. ഒരു മുൻ മാധ്യമപ്രവർത്തകൻ കഴിഞ്ഞ ദിവസം സരിൻ തരംഗം എന്ന തലക്കെട്ടിൽ ഒരു പരസ്യം തയ്യാറാക്കി അത് ഏറെ വിവാദത്തിൽ കൊണ്ട് ചാടിച്ചു. ഈ പരസ്യ വിവാദം തന്നെയാണ് ഇന്ന് തെരഞ്ഞെടുപ്പ് നടക്കുമ്പോഴും, അതായത് പോളിംഗ് നടക്കുമ്പോഴും പാലക്കാട് വോട്ടർമാരുടെ മനസ്സിൽ ഉള്ളത്. ഏതാണ്ട് 20% വോട്ടർമാർ ന്യൂനപക്ഷമാണ്, അതായത് മുസ്ലിം വോട്ടർമാരാണ് പാലക്കാട് നിയോജക മണ്ഡലത്തിൽ ഉള്ളത്. ഈ 20% മുസ്ലിം വോട്ടുകളും UDF-ന് കേന്ദ്രീകരിക്കാൻ വേണ്ടി മുസ്ലിം ലീഗ് വളരെ ശക്തമായ നെറ്റ്വർക്കിംഗ് നടത്തിയിരുന്നു, വളരെ ശക്തമായ പ്രവർത്തനം പാലക്കാട് നടത്തിയിട്ടുണ്ട്. അത് പൊളിക്കുകയായിരുന്നു സുന്നി വിഭാഗത്തിൽപ്പെട്ട പത്രങ്ങൾ, അതായത് സുപ്രഭാതം, സിറാജ് തുടങ്ങിയ പത്രങ്ങളിൽ ഈ പരസ്യം നൽകിയത്. ഒന്ന് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ സുപ്രഭാതം. അവർ ഇന്നലെ പറഞ്ഞു ഈ പരസ്യത്തിൻ്റെ കണ്ടന്റുമായി അവർക്ക് യാതൊരു ബന്ധവുമില്ല, ഒരു രാഷ്ട്രീയ കക്ഷികൾക്കും വോട്ട് ലഭിക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ അവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകില്ല എന്ന് വ്യക്തമാക്കിയിരുന്നു. മറ്റൊന്ന് കാന്തപുരം വിഭാഗത്തിൻ്റെ സിറാജാണ്. അവരിതുവരെ പ്രതികരിച്ചിട്ടുമില്ല. ഈ രണ്ട് പത്രങ്ങൾക്കും അവിടെയുള്ള 20% മുസ്ലിം വോട്ടർമാർക്കിടയിൽ അത്യാവശ്യം സ്വാധീനമുണ്ട്. അതുകൊണ്ടാണ് ഈ പത്രങ്ങളിൽ തന്നെ പരസ്യം കൊടുക്കുന്നതിന് തിരഞ്ഞെടുത്തത്. അതൊക്കെ ആ മാധ്യമപ്രവർത്തകൻ്റെ അല്ലെങ്കിൽ മുൻ മാധ്യമപ്രവർത്തകൻ്റെ ഒരു പങ്കൊക്കെ വളരെ സന്തോഷകരം തന്നെയാണ്. കാരണം അയാൾ അത് കൃത്യമായി കണക്ക് കൂട്ടി കൃത്യമായി തന്നെയാണ് പരസ്യം കൊടുത്തത്. പക്ഷേ പരസ്യത്തിൻ്റെ കണ്ടൻ്റാണ് വർഗീയ ധ്രുവീകരണത്തിന് വേണ്ടിയുള്ള കണ്ടൻറ്റ് ആയിപ്പോയത്. ഒന്ന്, അതിനകത്ത് സരിൻ്റെ കാര്യങ്ങൾ പറയുന്നു, തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൻ്റെ കാര്യം പറയും, അതെല്ലാം ശരിയായിരുന്നു, അതിനൊന്നും ഒരു വിമർശനവും സൃഷ്ടിക്കാൻ കഴിയുമായിരുന്നില്ല. പക്ഷേ സന്ദീപ് വാര്യരുടെ പേരിലുള്ള കുറേ ഫേസ്ബുക്ക് പോസ്റ്റുകളും അതുപോലെ തന്നെ കമൽനാഥ്, നേരത്തെ മധ്യപ്രദേശ് മുഖ്യമന്ത്രിയായിരുന്ന കമൽനാഥ് അയോധ്യ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് നടത്തിയ പരാമർശങ്ങളും ഒക്കെ ഉൾപ്പെടുത്തി പിന്നെ ഇങ്ങനെ ഒരു വിഷനാവിനെയാണോ നിങ്ങൾക്ക് വേണ്ടത് എന്ന തരത്തിൽ കോൺഗ്രസിനെയും BJP-യെയും കടന്നാക്രമിക്കുന്ന തരത്തിലുള്ള കണ്ടന്റ് മേക്കിങ്ങിലാണ് ആ പരസ്യം പിഴച്ചു പോയത്. ഈ പരസ്യത്തിന് പിഴവ് സംഭവിച്ചു. ഇന്നലെ തന്നെ വിമർശനങ്ങളുണ്ടായി. പ്രതിപക്ഷം, അതായത് UDF തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി കൊടുത്തു. ഈ പരസ്യങ്ങൾ പ്രസിദ്ധീകരിക്കണമെങ്കിൽ, അതായത് തിരഞ്ഞെടുപ്പ് കാലത്ത് തെരഞ്ഞെടുപ്പ് പരസ്യങ്ങൾ പ്രസിദ്ധീകരിക്കണമെങ്കിൽ മീഡിയ സർട്ടിഫിക്കേഷൻ ആൻഡ് മോണിറ്ററിംഗ് കമ്മിറ്റിയുടെ, അതായത് കളക്ടർ അധ്യക്ഷനായുള്ള മീഡിയ സർട്ടിഫിക്കേഷൻ ആൻഡ് മോണിറ്ററിംഗ് കമ്മിറ്റിയുടെ അനുമതി വേണം. എന്നാൽ LDF പറയുന്നത്, LDF എന്ന് പറഞ്ഞാൽ CPM-ലെ MP രാജേഷും EN സുരേഷ് ബാബുവും പറയുന്നത് കമ്മിറ്റി അനുമതി തേടിയിരുന്നു എന്നാണ്. അതായത് തെരഞ്ഞെടുപ്പ് കമ്മിറ്റി കമ്മീഷനിൽ നിന്ന് അനുമതി തേടിയിരുന്നു. പക്ഷേ അനുമതി തേടിയത് മറ്റ് കണ്ടന്റുകളുള്ള പരസ്യങ്ങൾക്കായിരുന്നു എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം. അപ്പോൾ മറ്റ് കണ്ടന്റുകൾ നൽകുന്നതിനാണ് അനുമതി ലഭിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഡോക്ടർ S. ചിത്ര, അതായത് ജില്ലാ കളക്ടർ, ഇക്കാര്യത്തിൽ വിശദീകരണവും തേടിയിട്ടുണ്ട്. നേതാക്കളെയൊക്കെ വിളിച്ചു വരുത്തും. ഏതായാലും ഈ പരസ്യ വിവാദം തെരഞ്ഞെടുപ്പ്, അതായത് ഇന്നലെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഈ വിവാദം പൊട്ടിച്ച് അങ്ങ് അവശേഷിപ്പിച്ച് കളയാം, അല്ലെങ്കിൽ ഒരു അമിട്ട് പൊട്ടിയതുപോലെ പൊട്ടിപ്പോകുമെന്നല്ല, ഇത് ഇലക്ഷൻ കഴിഞ്ഞാലും ഒരു കേസായി തന്നെ തുടരും, തെരഞ്ഞെടുപ്പ് കേസായി തുടരും. സരിന് എത്രമാത്രം ഇതിനകത്ത് ഇൻവോൾവ്മെൻറ്റ് വരുമെന്നറിയില്ല, എങ്കിലും സ്ഥാനാർത്ഥി എന്ന നിലയിൽ സരിനും ഇതിന് ഉത്തരം നൽകേണ്ടി വരുമെന്ന കാര്യത്തിൽ തർക്കമില്ല. അതുകൂടാതെ മറ്റൊരു സംഭവം, ഘടകകക്ഷികളുടെ എല്ലാം, അതായത് ഇടതു മുന്നണിയുടെ ആകെ തീരുമാനമാണ് ഇത്തരത്തിലൊരു പരസ്യമെന്നായിരുന്നു CPM-ൻ്റെ നേതാക്കൾ ആദ്യം പറഞ്ഞു പരത്തിയത്. എന്നാൽ CPI-യുടെ ജില്ലാ സെക്രട്ടറിയും, അതായത് KP സുരേഷും മണ്ഡലം ഭാരവാഹി മുരളി K. താരേക്കാടും അപ്പോൾ അവർ പറയുന്നു അങ്ങനെ ഒരു തീരുമാനമേ എടുത്തിട്ടില്ല, ഇങ്ങനൊരു പരസ്യത്തിൻ്റെ കണ്ടന്റ് ചർച്ച ചെയ്തിട്ടില്ല, CPI അറിഞ്ഞിട്ടില്ല എന്ന് CPI, അതായത് ഇടതുമുന്നണിയിലെ രണ്ടാമത്തെ വലിയ പാർട്ടിയാണല്ലോ CPI അക്കാര്യം വ്യക്തമാക്കുന്നു. ചുരുക്കത്തിൽ ഇത് CPM-ൻ്റെ ഭാവനാ സൃഷ്ടിയാണ്. ഏതോ ഒരു മുൻ മാധ്യമപ്രവർത്തകൻ എന്ന നേതാക്കൾ പറയുന്നത്, ആ മാധ്യമപ്രവർത്തകൻ്റെ പേര് ഇതുവരെ പുറത്തു വന്നിട്ടില്ല, മുൻ മാധ്യമപ്രവർത്തകൻ്റെ ഐഡിയ അനുസരിച്ച് തട്ടിക്കൂട്ടിയ ഭാവനാ സൃഷ്ടിയാണ്, CPM തട്ടിക്കൂട്ടിയ ഭാവനാ സൃഷ്ടിയാണ് ഈ തെരഞ്ഞെടുപ്പ് പരസ്യം. ഈ പരസ്യം ഇപ്പോൾ വളരെ തിരിഞ്ഞു കൊത്തുന്ന വിഷപ്പാമ്പായി മാറിയിരിക്കുകയാണ് CPM-ന്. തീർച്ചയായും ഈ പരസ്യം ഒഴിവാക്കിയിരുന്നുവെങ്കിൽ ഒരുപക്ഷെ കുറച്ച് അധികം വോട്ടുകൾ സരിന് ലഭിക്കുമായിരുന്നു. കാരണം സന്ദീപ് വാര്യരുടെ മറുകണ്ഠം ചാട്ടവും ഒക്കെ ചേർന്ന് വിവാദങ്ങളൊക്കെ CPM-ന് അനുകൂലമായി വന്നിരുന്ന സമയത്താണ് ഇങ്ങനൊരു പരസ്യം കൊണ്ടുവന്ന് ന്യൂനപക്ഷങ്ങളെ തങ്ങളിലേക്ക് അടുപ്പിക്കാം, അല്ലെങ്കിൽ വോട്ടുകൾ ക്രോഡീകരിക്കാം, അല്ലെങ്കിൽ വോട്ടുകൾ കോൺഗ്രസിലേക്ക് പോകുന്നത് കുറച്ചെങ്കിലും ചെറുക്കാം എന്നൊക്കെ ഉള്ളൊരു പ്രതീക്ഷയാണ് ഈ പരസ്യം വന്നതോടുകൂടി പരസ്യത്തിലൂടെ ലക്ഷ്യമാക്കിയതെങ്കിലും ഫലം തിരിച്ചടിയായി പോയി എന്നത് CPM-ന് വളരെ ഖേദം ഉണ്ടാക്കുന്ന, സങ്കടം ഉണ്ടാക്കുന്ന സംഭവം തന്നെയാണ്.